കരുവന്നൂർ കേസിൽ അന്വേഷണം ഇഴയുന്നതിലെ പോലീസ് ന്യായീകരണം തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരണ കോടതി മുഖേന കേസിന്റെ എല്ലാ രേഖകളും പോലീസിന് കൈമാറിയെന്നാണ് ഇഡിയുടെ വിശദീകരണം. കൈമാറിയ രേഖകൾ തിരികെ ആവശ്യപ്പെട്ട് ഇഡി കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അതേസമയം കള്ളപ്പണ ഇടപാട് കേസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇഡി കത്ത് നൽകും. സിപിഐഎമ്മിനെ പ്രതി ചേർത്ത കേസുകളുടെയും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെയും വിവരങ്ങൾ പോലീസ് മേധാവിക്ക് കൈമാറുമെന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ കോടതി ഉൾപ്പെടെ അതിരൂക്ഷമായ വിമർശനമാണ് പോലീസിന് എതിരെ നടത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരുന്നു. CPIM പ്രതിസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPIMനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു കേസ് കൂടിയാണ്. ഏതെല്ലാം തരത്തിലുള്ള നിർണായക നീക്കങ്ങളാണ് ഇഡി ഇതിൽ നടത്തിയിരിക്കുന്നത് സഹിൻ? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കേസുകളിലൊന്നായി കരുവന്നൂർ കേസ് മാറും. കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കും. അതിന് മുന്നോടിയായി തന്നെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ ഇഡിയും തമ്മിലുള്ള തർക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറനീക്കി പുറത്തുവിടുകയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഏൽക്കേണ്ടി വന്നു. 4 വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ നൽകാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്ന് ഈ ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അതങ്ങനെയല്ല എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. കാരണം 2024 നവംബർ 16 ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ള രേഖകൾ തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ച രേഖ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 4 മാസത്തേക്കായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ചിന് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നത്. ഒറിജിനൽ രേഖകളായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും നൽകിയിരുന്നു. അതും വിചാരണ കോടതിയിൽ നിന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ രേഖകളെല്ലാം കൈപ്പറ്റിയിരുന്നത്. എന്തായാലും ഈ രേഖകൾ 4 മാസത്തേക്ക് നൽകി. പിന്നീട് ഈ രേഖകൾ തിരികെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നതിന് വേണ്ടി അവർ ഒരു അപേക്ഷ കോടതിയിൽ അന്ന് സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷയുടെ പകർപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ CPMനെയും ഒപ്പം തന്നെ CPM നേതാക്കളെയും പ്രതികരിക്കാനും തീരുമാനിച്ചിരുന്നു. എന്തായാലും ആ CPM പാർട്ടിയെയും ഒപ്പം തന്നെ നേതാക്കളെയും പ്രതികരിക്കുന്നത് സംബന്ധിച്ച ഒരു കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. PMLA ആക്ടിലെ 66-ൽ 2 വകുപ്പ് പ്രകാരമാണ്. കാരണം ഒരേ കേസ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന അതേ കേസ് തന്നെ മറ്റൊരു ഏജൻസി അന്വേഷിച്ചാൽ അത് ആ ഏജൻസിക്ക് കൈമാറണമെന്നുള്ളതാണ്. മാത്രമല്ല PMLA ആക്ടിൽ വരാത്ത പ്രതികളുടെ ഒരു പട്ടിക ഇത് സംബന്ധിച്ച് തയ്യാറാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. എന്തായാലും രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിനില് വളരെ വ്യക്തമാണ് സഹിൻ ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോലീസും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് ഉൾപ്പെടെ ഇത് വഴിമാറിയിരിക്കുകയാണ്. എന്തായാലും കുറ്റപത്രം വരുന്നതോടെ കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യുന്നത്. സഹിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.